നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മെക്സിക്കോയിലെ തെരുവുകളെയും പൊതുയിടങ്ങളെയും ഭക്തിസാന്ദ്രമാക്കി ഈശോയുടെ തിരുഹൃദയ രൂപങ്ങൾ ഉൾപ്പെടുത്തിയ പരസ്യ ബോർഡുകൾ. മെക്സിക്കൻ കത്തോലിക്ക കൂട്ടായ്മയായ യൂണിയൻ ഡി വോളണ്ടാർസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ വിപുലമായ പ്രചാരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രധാന പാതകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വലിയ പരസ്യ ബോർഡുകൾ എന്നിവയിലെല്ലാം തിരുഹൃദയ രൂപത്തിനൊപ്പം ആശംസകളും പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ മാസം തിരുഹൃദയ വണക്കമാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വേറിട്ട നീക്കങ്ങൾ. ലോകമെമ്പാടുമുള്ള പ്രശസ്ത എഴുത്തുകാരന്മാരും സാഹിത്യകാരന്മാരുമായും വത്തിക്കാനിൽ വെച്ച് ചരിത്ര കൂടിക്കാഴ്ച നടത്തുവാൻ ലിയോ 14 മാർപ്പാപ്പ ഒരുങ്ങുന്നു. കത്തോലിക്ക സഭാ മാധ്യമമായ ലാ സിവിൽറ്റ കത്തോലിക്ക എന്ന ജേണലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച. വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള കവികൾ, നോവലിസ്റ്റുകൾ, പ്രബന്ധകാരന്മാർ എന്നിവർ വത്തിക്കാനിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിൽ നടക്കുന്ന ഈ പ്രത്യേക കൂടിക്കാഴ്ചയിൽ പങ്കാളികളാകും. സാംസ്കാരിക വൈവിധ്യങ്ങൾക്കിടയിലും മനുഷ്യരെ ഒന്നിച്ചു ചേർക്കുവാൻ സാഹിത്യത്തിന് കഴിവുണ്ടെന്നും ഈ കൂടിക്കാഴ്ച ലോകത്തിന് പുതിയൊരു സംവാദ സംസ്കാരം സമ്മാനിക്കുമെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ആധുനിക ലോകത്തിന്റെ താൽക്കാലിക സന്തോഷങ്ങൾക്കു പിന്നാലെ പോകാതെ യേശുക്രിസ്തു നൽകുന്ന യഥാർത്ഥ സമാധാനവും പൂർണ്ണമായ സന്തോഷവും ജീവിതത്തിൽ കണ്ടെത്തുവാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാനിൽ വെച്ച് ആഗോള യുവജന പ്രതിനിധികളുമായി നടത്തിയ പ്രത്യേക കൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം കൈമാറിയത്. ഡിജിറ്റൽ യുഗത്തിലെ വെല്ലുവിളികളെയും മനുഷ്യബന്ധങ്ങളിലെ ഒറ്റപ്പെടലുകളെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം. 2027 ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സോളിൽ വെച്ച് നടക്കാനിരിക്കുന്ന ആഗോള കത്തോലിക്ക യുവജന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും മാർപ്പാപ്പ സൂചിപ്പിച്ചു. ഏഷ്യൻ മണ്ണിൽ നടക്കാനിരിക്കുന്ന ഈ മഹാസംഗമം ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് പരസ്പരം പങ്കുവെക്കലിന്റെയും ആത്മീയ നവീകരണത്തിന്റെയും വലിയൊരു വേദിയായിരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. റോം രൂപതയിലെ ഒരു ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർബാന മോഷ്ടിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രായശ്ചിത്ത പ്രാർത്ഥനകൾക്ക് ആഹ്വാനം ചെയ്ത് രൂപത അധികൃതർ. റോമിലെ ഒരു പ്രാദേശിക ഇടവകയിലാണ് കത്തോലിക്ക വിശ്വാസികൾ ഏറ്റവും പവിത്രമായി കാണുന്ന വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്ന ടെബർനാക്കൾ തകർത്ത് അക്രമികൾ മോഷണം നടത്തിയത്. ദൈവനിന്ദാപരമായ ഈ ചെയ്തിയിൽ റോമിലെ വിശ്വാസി സമൂഹം അഗാധമായ ദുഃഖവും പ്രതിഷേധവും രേഖപ്പെടുത്തി. മിഡിൽ ഈസ്റ്റ് രാജ്യമായ ജോർദാനിൽ ക്രൈസ്തവ സമൂഹത്തിന് വൻ ആശ്വാസമേകുന്ന ചരിത്രപരമായ നിയമപരിഷ്കരണം. കുടുംബം, വിവാഹം, സ്വത്തവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പുരുഷാധിപത്യ സ്വഭാവമുള്ള ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും പകരം സ്വന്തം സഭാ നിയമങ്ങൾ പിന്തുടരുവാനും ക്രൈസ്തവർക്ക് ഭരണകൂടം അനുമതി നൽകി. ജോർദാനിലെ കത്തോലിക്കർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭകളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും ദീർഘനാളത്തെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഈ പുതിയ സുപ്രധാന നീക്കം. പുതിയ നിയമപരിഷ്കരണത്തെ ജോർദാനിലെ ആർച്ച് ബിഷപ്പുമാരും സഭാ നേതാക്കളും ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യവും വിശ്വാസ പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുവാൻ സഹായിക്കുമെന്നും മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങൾക്ക് ഇതൊരു മാതൃകയാണെന്നും സഭാ വക്താക്കൾ വ്യക്തമാക്കി. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.